പണ്ടൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുവേ, ഈ മന്തിക്ക് എന്തിനാ അത്രയും തോനെ ഫാൻസ്? ബിരിയാണി അല്ലേ ഏറ്റവും നല്ല ഫുഡ്. അങ്ങനെ ഇരുന്ന് ഞാൻ പോകെ പോകെ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ വലിയൊരു ഫാനായിട്ടോ. നല്ല ഫ്ലേവറുള്ള റൈസ് ആയതുകൊണ്ടാണ് എനിക്ക് ഇയാളെ ഇഷ്ടപ്പെടാനുള്ള കാരണം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന മന്തിയുടെ റെസിപ്പിയാണ്. വലിയ കഷ്ണം ചിക്കൻ എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഫോർക്ക് വെച്ച് കുത്തുക. ചെറിയ ജീരകം, കുരുമുളക് ചതച്ചതും ആഡ് ചെയ്യുക. പിന്നെ 2 ചെറിയ ക്യാപ്സിക്കം കുനുകുനാന്ന് അരിഞ്ഞതും, മല്ലിയുടെ ഇല, പുതിന ഇല കുനുകുനാന്ന് അരിഞ്ഞതും, 3 ചിക്കൻ ക്യൂബ്. നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യണം കേട്ടോ ചിക്കൻ ക്യൂബ്. സൺഫ്ലവർ ഓയിൽ, ഫുഡ് കളർ ഓപ്ഷണലാണ്. ഇതൊക്കെ കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്യുന്ന ഒരു 1 അവർ വയ്ക്കുക, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് വയ്ക്കുക. ഡയറക്റ്റ് എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം കുക്ക് ചെയ്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ തിരിച്ച് മറിച്ചിട്ട് വേവിക്കുക. അരി വെള്ളത്തിലിടണം. തലേന്ന് വെള്ളത്തിലിട്ടാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഒരു 1 അവർ മുന്നെങ്കിൽ വെള്ളത്തിലിടാം. പാകം വെള്ളത്തിലിടുന്നതിന് മുന്നേ ശേഷവും. പിന്നെ നമ്മളിതിൽ അരി ഊറ്റിയെടുക്കുക ചെയ്യുക, ബിരിയാണിയുടെ പോലെ വറ്റിച്ചെടുക്കുകയല്ല. ഊറ്റിയെടുക്കുക ആവുകൊണ്ട് കുറച്ചധികം വെള്ളം വെച്ച് സൺഫ്ലവർ ഓയിൽ, പട്ട, ഗ്രാമ്പൂ, ഉണക്കനാരങ്ങ, കല്ലുപ്പ് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് അരി ഇതിനകത്തോട്ടിട്ട് ഒരു 80% കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ദം ചെയ്യുന്ന വീഡിയോ ഞാൻ മറന്നുപോയി കേട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ ചിക്കൻ്റെ മുകളിലോട്ട് ഈ റൈസ് തട്ടുക, പിന്നെ ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പച്ചമുളക് കുത്തി വയ്ക്കാം, പിന്നെ ഉണക്കനാരങ്ങ എടുത്തിട്ട് അതും അതിനകത്ത് വെക്കണം. പിന്നെ ഒരു പാത്രത്തിനകത്ത് ഒരു കനൽ വെച്ചിട്ട് മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒറ്റിച്ച് കഴിഞ്ഞാൽ നല്ലോണം സ്മോക്ക് വരും. അതും കൂടെ അതിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് ദം ചെയ്തിട്ട് കഴിക്കാം കേട്ടോ.